ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദിവസം വെച്ചാൽ നമുക്കിപ്പോൾ കഴിഞ്ഞ ഒരു മാസം തന്നെ എടുത്താലേ നമ്മുടെ നാട്ടിൽ ഈ ഗാർഹിക പീഡനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതും ഈ ആത്മഹത്യകൾ ഈ വിപഞ്ചിക്ക് പിന്നാലെ അതുല്യ കഴിഞ്ഞ് പിന്നെ റീമയായി ഈ അങ്ങനെ നിരന്തരമായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഈ ഗാർഹിക പീഡനവും അതേപോലെ തന്നെ മാനസിക സംഘർഷമൊക്കെ കാരണം ജീവൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ കണ്ണൂരിലേക്ക് പോവാണ്. കണ്ണൂരിലാണ് ഈ അമ്മ പുഴയിൽ കുഞ്ഞുമായി ചാടി ആത്മഹത്യ ചെയ്ത സംഭവം, റീമയുടെ സംഭവം. അപ്പോൾ ഈ റീമയുടെ ഭർത്താവിനെയും അതേപോലെ ഭർത്തൃമാതാവിനെയും ഈ സംഭവത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കമൽരാജ്, പ്രേമ എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇരുവരും ഒളിവിലാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിഖിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിലെ, എന്താണ് പോലീസ് പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും കുറിച്ച് എന്തെങ്കിലും സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടോ? ഈ റീമയുടെ ആത്മഹത്യാ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇരുവരും ഒളിവിലായിരുന്നു. ഈ കമൽരാജിന്റെ അമ്മയും മറ്റ് ബന്ധുക്കളും എല്ലാം തന്നെ ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് തുടക്കം മുതൽ പറയുന്നത്. ഏതായാലും ഈ റീമയുടെ വീട്ടുകാരുടെ മൊഴി കൂടി എടുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആത്മഹത്യാ പ്രേരണ വകുപ്പ് തന്നെ ചുമത്തിക്കൊണ്ട് പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമായും റീമയുടെ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി തന്റെയും കുഞ്ഞിന്റെയും മരണത്തിന് കാരണം ഭർത്താവ് കമൽരാജിന്റെ അമ്മയുമാണെന്ന് പറഞ്ഞിരുന്നു. അമ്മയുടെ ഭാഗത്തു നിന്ന് നിരന്തരമായി മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അമ്മയുടെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്ന സമയത്ത് ഭർത്താവ് ഒരു ഘട്ടത്തിലും തന്റെ കൂടെ നിന്നില്ല, തന്നെയും കുഞ്ഞിനെയും പരിഗണിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. ഇതിന് സമാനമായ മൊഴി തന്നെയാണ് പോലീസിന് റീമയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. ഒരു അടിമയെ പോലെയാണ് റീമ ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്. റീമയുടെ ഭർത്താവ് കമൽരാജ്, ഭർത്തൃമാതാവ് പ്രേമ എന്നിവരെയാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഇവർ ഒളിവിലാണെന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ശരി നിഖിൽ.